കൊല്ലത്തെ ഈസ്റ്റർ ആഘോഷവും കോഴിക്കോടത്തെ ഈസ്റ്റർ ആഘോഷവും ഒക്കെ എങ്ങനെയായിരുന്നു? പണ്ട് ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈസി സ്കൂൾ അവധിയുള്ള സമയമാണല്ലോ. അതുകൊണ്ട് അത് മൊത്തത്തിലൊരു സെലിബ്രേഷൻ ടൈമാണ്. അതായത് മാർച്ചിൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഈ 2 മാസവും എനിക്ക് ഭയങ്കര എനിക്കെന്നല്ല സാധാരണ 90s അല്ലെങ്കിൽ കിഡ്സിന് ഭയങ്കര ഹാപ്പി മന്ത്സ് ആണ്. സ്കൂൾ 90s സ്കൂളിൽ പഠിച്ച കാര്യം പറഞ്ഞ. പിന്നെ മെയിൽ എന്റെ ബർത്ത്ഡേ കൂടാണ്. അപ്പൊ ഈ ഏപ്രിൽ തൊട്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് തുടങ്ങി. ഈസ്റ്റർ എന്ന് വിഷു എന്നുള്ളതല്ല, മൊത്തത്തില് ഇറ്റ്സ് എ സെലിബ്രേഷൻ ടൈം ഫോർ ഓൾ ഓഫ് us. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം 2 വർഷത്തിന് ശേഷം സിനിമകൾ ഓപ്പൺ ആവുന്നു. അതിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. നല്ലപോലെ കളക്ട് ചെയ്യുന്നു സിനിമ. അപ്പൊ ആളുകൾ തിയേറ്ററിലേക്ക് കാണുന്ന ഒരു സന്തോഷം, അതൊക്കെ തന്നെയാണ് സെലിബ്രേഷൻ, ഏറ്റവും വലിയ സെലിബ്രേഷൻ. ആനന്ദ് എന്തായിരുന്നു ഈസ്റ്റർ സ്പെഷ്യൽ? ഞാൻ ഭയങ്കര റിലീജിയസ് ആണ്. നോമ്പൊക്കെ എടുക്കുന്നുണ്ടോ? നോമ്പെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് എടുക്കില്ല, പക്ഷേ രാവിലെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം വേണ്ടെന്ന്. സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് അതൊക്കെ ഒഴിവാക്കി. ഇതിൽ ആരാ ഇന്റർവ്യൂ ചെയ്യണം? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭയങ്കര റിലീജിയസ് ആണ്. അതായത് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ കലൂർപ്പള്ളി പോയി മെഴുകുതിരി കത്തിക്കും. ഓ അത് ശരി. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതിന്റെ അർത്ഥം റിലീജിയസ് ആണല്ലോ. അല്ല, എന്നാലും ഈ നോമ്പൊക്കെ എടുക്കുക, പറഞ്ഞ പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ത്യജിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഭയങ്കര ആനെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഈസ്റ്റർ എന്താ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റർ എന്താണ്? എന്താ ഈസ്റ്റർ? ഇതിൽ ഞാൻ ഈസ്റ്റർ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്തത്? സോ സി എന്റെ സെലിബ്രേഷൻ ഇസ് യൂഷ്വലി ഇല്ല വിജയന്റെ ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യും. വിജയുടെ ക്വസ്റ്റ്യൻ അല്ല, എന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റർ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റർ എന്തിനാ സെലിബ്രേറ്റ് ചെയ്യണെന്ന്? എന്നാണ്? ഏപ്രിൽ അല്ല, എന്തിനാണ്? എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? അതിന്റെ പിന്നിലുള്ള ആ ഒരു ചരിത്രം ഇത് എന്തിന്റെ റിലീജിയസ് ക്ലാസ് പോലെ ഇരിക്കുന്നു. സോ ദർ ഇസ് ഗുഡ് ഫ്രൈഡേ തൊട്ട് ജീസസ് മരിച്ച ദിവസം, നമ്മൾക്ക് വേണ്ടി ജീവൻ ഇതാക്കിയ ദിവസം. അത് തൊട്ടിട്ട് ജീസസ് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ഈസ്റ്റർ. അങ്ങനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ക്ലാസ്സിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ആരും. അതെ. അപ്പൊ നിങ്ങളുടെ ഈ കോഴിക്കോട് സമയത്ത് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഭക്ഷണവും അങ്ങനത്തെ ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലത്തെ ഈസ്റ്ററിന് മറ്റേ അപ്പം, മട്ടൻ, സ്റ്റൂ, ചിക്കൻ, ബീഫ്, അങ്ങനെയൊക്കെ? അപ്പം ആൻഡ് സ്റ്റൂ ആണ് എപ്പോഴും ഈസ്റ്റർ രാവിലത്തെ ഭക്ഷണം. പക്ഷെ അത് അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പം കുറച്ചും കൂടെ നന്നായിട്ട് ആഘോഷിച്ചിരുന്നു. ഇപ്പം അങ്ങനെയില്ല. അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ചെറിയ തോതിൽ പള്ളിയിൽ പോവും എന്നൊക്കെ അല്ലാണ്ട് വേറെ അത്രയും ഇതൊന്നുമില്ല. പിന്നെ ഇപ്പം ബാംഗ്ലൂർ ആകുമ്പം എൻ്റെ ആൻറ്റി, എൽസ ആൻറ്റിയും അങ്കിളൊക്കെ ഉണ്ട്. അപ്പം അവരുടെ കൂടെ പോയി സെലിബ്രേറ്റ് ചെയ്യും. ഈ അച്ഛനുമായിട്ടുള്ള വിജയേട്ടൻ കണ്ടിട്ടുണ്ടോ? ആക്ച്വലി കണ്ടതിനേക്കാൾ കൂടുതൽ കേട്ടിട്ടുണ്ട്. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഐ നോ ഒരു 100-ൽ പരം കഥകൾ അച്ഛനെ കുറിച്ചുള്ള. ഫുഡിന്റെ കാര്യം പറയുമ്പോഴും ഒരു ഫുഡിന്റെ കഥ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ആംബുലൻസിൽ വരുമ്പോൾ സോ പുള്ളിക്കാരൻ ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എന്നൊക്കെ ബെറ്റർ ദാറ്റ് ഷീ സേസ്. ഞാൻ പറയുന്നതിനെക്കാട്ടിലും അച്ഛൻ എപ്പോഴും കോഴിക്കോടാണ് ഭയങ്കര. അച്ഛൻ എല്ലാരെയും വിളിച്ച് വീട്ടിൽ സൽക്കരിക്കാനും ഇഷ്ടമാണ് അങ്ങനെ. അപ്പം അച്ഛന് ലാസ്റ്റ് ഡേയ്സിൽ ഹോസ്പിറ്റലിന് അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമായിരുന്നു, കാലിക്കറ്റിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരണം ആംബുലൻസിൽ. അപ്പം ആംബുലൻസ് അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് ഒരു സ്ഥലത്ത് അച്ഛന് ഒരുപാട് ചെറിയ എനിക്ക് ഇഷ്ടമുള്ള പോലെ അല്ല. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഈറ്റ് ഫ്രം നമ്മൾ പേരറിയുന്ന സ്ഥലങ്ങളല്ല, കൊച്ചു കൊച്ചു ചില പോക്കറ്റ്സ് അവിടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് പുള്ളിക്കാരന്. അതെ, ചെറിയ കടകൾ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും അവിടുത്തെ ഭക്ഷണങ്ങൾ. അപ്പം അച്ഛനൊരു ചെറിയ ആംബുലൻസിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനൊരു ചെറിയൊരു കടയിൽ, ഒരു കുറ്റിപ്പുറത്ത് അവിടെ എവിടെയുള്ളൊരു ഒരു ചെറിയ കടയിൽ അച്ഛൻ നിർത്താൻ പറഞ്ഞു ആംബുലൻസ്. അപ്പം എന്തിനാന്ന് ആർക്കും മനസ്സിലാവില്ല. അമ്മയുണ്ട് കൂടെ, ഡ്രൈവറിനുണ്ട് ആംബുലൻസിൻ്റെ. എന്താ ചേട്ടാ? ഇല്ല, എനിക്ക് ഇവിടുന്ന് അപ്പവും സ്റ്റൂവും വേണ്ടി. അപ്പം എപ്പോഴും അച്ഛൻ അങ്ങനെയായിരുന്നു. അത് എനിക്കൊന്ന് ലാസ്റ്റ് മന്ത് അവസാനത്തെ മാസം അങ്ങനെയായിരുന്നു. അപ്പം വിജയ് കണ്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, വിജയ് അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയില്ല, ആ ഒരു ടൈമിലെന്നൊക്കെ പറഞ്ഞ ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേട്ടനൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ചൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ആ സമയത്ത് ഞാൻ സിനിമയിലില്ല. സോ
ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യായിരുന്നു? ആ സമയത്ത് നിങ്ങളെ പോലെയുള്ളവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അത് പറയുമ്പോഴാണ് ഒരു കാര്യം പറയണ്ടേ. അതായത് ഞങ്ങള് വന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഇദ്ദേഹമായിരുന്നു എന്നെയൊക്കെ ഓഡീഷൻ ചെയ്ത് സെലക്ട് ചെയ്തത്. വിജയ് ബാബു സാറാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക, സാർ എന്താണ് പറയുന്നത്, അടുത്തത് എന്താണ്, വന്ന് ഭയങ്കര പേടിപ്പിക്കലും, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചതെന്നൊക്കെ പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. ഇപ്പം ശ്വാസിക തന്നെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാറുണ്ടെന്ന്. ഹോൾ വേൾഡ് നോസ്. ചാനലിലായിരുന്നു, പല ചാനലുകളിൽ കഷ്ടപ്പെട്ട് നിറഞ്ഞാടി, അതെ, കഷ്ടപ്പെട്ട് അങ്ങനെ വന്നു. ആൻഡ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത് അല്ലേ? ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ അതെല്ലാവർക്കും അറിയുന്ന കഥയാണോ? അതെല്ലാവർക്കും അറിയുന്ന കഥയൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതില് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ഒറ്റ സിനിമയുള്ളൂ. അതായത് ചൈൽഡ് ആർട്ടിസ്റ്റ് അത് വന്നോന്നല്ല, അത് കഴിഞ്ഞ് വേറെ എങ്ങോട്ടോ ഒക്കെ പോയിട്ട് ഇപ്പൊ ആ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത് സ്വന്തം, അതായത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ എനിക്ക് അഭിനയിക്കണം ഈ ക്യാരക്ടർ? അല്ല, അന്ന് നമുക്ക് അഭിപ്രായം പറയാനുള്ള ഏജ് ഒന്നും ആയിരുന്നില്ല. പിടിച്ചു നിർത്തി ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം അത് പക്ഷെ ആ സിനിമയിൽ, എൻ്റെ അച്ഛൻ ചെയ്ത സിനിമയിൽ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ എന്ന ഈ അത്ഭുത ലോകം, ക്യാമറ, ലൈറ്റ്സ്, ചിലപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടാക്കാം. അതുകൊണ്ടായിരിക്കും വീണ്ടും സിനിമയിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 28 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വന്നത് അല്ലേ? അല്ലല്ല, ഇപ്പൊ സിനിമയിൽ വന്നിട്ട് ഇത് 8th ഇയർ ആണ് ഓൾറെഡി. അഭിനയവും 8th സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് പ്രൊഡക്ഷനും അഭിനയവും എല്ലാം തുടങ്ങിയത്. ആ സിനിമയുടെ പേര് സൂര്യൻ എന്നായിരുന്നു. സൂര്യൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ ചെയ്തു? അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോയി, പിന്നെ കോളേജിൽ പോയി, പിന്നെ പിന്നെ മീഡിയയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. സോ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോംബെയിലാണ്. അവിടെ നിന്ന് പിന്നെ ദുബൈയിൽ പോയി. ദുബൈയിലും ചാനൽസ് ആണ്. അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളം ചാനലിലേക്ക് വരുന്നത്. മലയാളം ചാനലിലേക്ക് വന്ന് പിന്നെ നാട്ടിലേക്ക് വരുന്നു. ഇവിടെയും 2 മലയാളം ചാനൽസിന്റെ വർക്ക് ചെയ്തു. ഒന്നിന്റെ CEO ആയിരുന്നു, ഒന്നിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബിഗ് ബ്രേക്ക് എന്ന ഷോ ഒക്കെ വരുന്നത്. അതൊക്കെ ഒരു ഷോ ആണ്. ആ ഷോയെ കുറിച്ച് ചേട്ടന്റെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്താണ്? അതിൽ വന്ന കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷോ വർക്കായില്ല, കുട്ടികളൊക്കെ വർക്കായി. അത് മതി, അത് പോട്ടെ. ഷോ വർക്ക് കുട്ടികളൊക്കെ സൂപ്പർ ആയിരുന്നു. അതെ, എന്ന് അറിയപ്പെടുന്ന 3 നായികമാർ അതിൽ നിന്ന് വന്നിട്ടുള്ളത്. ചാന്ദിനി, അനുശ്രീ, ശ്വാസിക. 1, 2, 3 അല്ലേ? അപ്പൊ ചേട്ടൻ അതായത് ജഡ്ജ് ചെയ്ത് ഒരാളെടുത്ത് തെറ്റിയില്ല എന്നുള്ള അഭിമാനത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാം. ജഡ്ജ് ചെയ്ത് എടുത്തല്ലോ, ട്രെയിൻ ചെയ്ത് ഗ്രൂം ചെയ്ത് പ്രൊമോട്ട് ചെയ്തലാണ്. വരുന്ന പോലെ അന്ന് വന്ന പോലെ നമുക്ക് ഇറക്കി വിടാൻ പറ്റില്ല. ഫോട്ടോഷൂട്ട്സ് ഒക്കെ അതൊക്കെ അന്നാണ് നമ്മൾ ആദ്യമായിട്ട് പല പല കോസ്റ്റ്യൂംസും ഹെയർ ഒക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഫോട്ടോസ്. അപ്പൊ ഇദ്ദേഹം എല്ലാം അവിടെ വന്നത് അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കും. എന്താ നല്ല ഓർമ്മകളായിരുന്നു ഒരു 4-5 മാസം.